കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വീടുകളിൽ കൺസൾട്ടിങ്ങിനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ചിലത് പറയുന്നുണ്ട്, വളരെ അപൂർവമായിട്ട് ചിലരാണ് പറയുന്നത്, സാറേ നമുക്ക് ടൂളൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല, അത് ടൂൾ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്നിട്ട് ഇന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ടൂളൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല, അപ്പോൾ അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടൂൾ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് സിംബോളിക്കായിട്ടുള്ള ചില ടൂളുകളാണ് വെക്കുന്നത്. അത് സ്വീകരണ മുറിയിൽ വെക്കുമ്പോൾ നമ്മൾ ഓരോ തവണ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഇത് കാണുമ്പോൾ നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ടൂൾസിന് നല്ല റിസൾട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, നല്ല റിസൾട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ചില കാരണങ്ങളാൽ ആ ടൂളുകൾ വെക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പം അത്തരം ആൾക്കാർക്ക് നമുക്ക് എല്ലാ വീട്ടിലും നമുക്ക് അതിൻ്റെ വീടിൻ്റെ ഒരു ഫ്ലൈങ് സ്റ്റാർ എടുക്കുന്ന ഒരു മെത്തേഡ് എല്ലാ വീട്ടിലുമുണ്ട്. അപ്പോൾ ഈ ടൂൾ വെക്കാൻ ഒരുപക്ഷെ സാധിക്കാത്തവർക്കും ഫെങ്ഷി അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക. ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയുമ്പം ഇതിവിടെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സയൻസ് ആണ് ഈ ഫ്ലൈങ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു വീടിൻ്റെ പ്ലാൻ വരച്ചു, ഒരു പ്ലാൻ വരച്ചു. ഇതൊരു വീടാണ്, ഇതിനെ നമ്മൾ കറക്റ്റ് 9 ഡിവൈഡ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ ദിക്കുകൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്. ഓക്കെ, ഇതിപ്പോൾ 8 ദിക്കുകളാണ്. അപ്പം ഇപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും വീടിൻ്റെ പ്ലാൻ അവിടെ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റഫായിട്ടുള്ളൊരു പ്ലാൻ വരച്ച് അളവെടുത്ത് നമ്മൾ അവിടെ വെച്ച് തന്നെ ആ പ്ലാൻ നമ്മൾ വരച്ച് അത് പേപ്പറിലേക്ക് സ്കെയിലിലേക്ക് കൊണ്ടുവന്നിട്ട് അപ്പോൾ ആദ്യം നമുക്ക് വീടിൻ്റെ പ്ലാനായി. രണ്ടാമത് അവിടുത്തെ ചോദിക്കുന്നു, ഈ വീട് നിങ്ങൾ എന്നായിരുന്നു ആദ്യമായി താമസമാക്കിയത്, അതിൻ്റെ ഹൗസ് വാമിങ് എന്നായിരുന്നു എന്നുള്ളത് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയും, സാർ ഇത് 2010 ജനുവരി 10 ഈ വീട്ടിൽ താമസമാക്കിയതെന്ന് അവർ പറയുന്നെന്ന് വെക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വീടിന്റെ പ്ലാൻ കിട്ടി. രണ്ടാമത് നമുക്ക് എന്താ കിട്ടിയാക്കുന്നത്, ഈ വീട് പണി കഴിപ്പിച്ച ഇയറാണ് കിട്ടുന്നത്, അതായത് ഏജ് ഓഫ് ഇയർ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനൊരു ചാർട്ടുണ്ട്. ഓരോ 20 വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്ക് ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പം 2004 മുതൽ 2024 വരെയുള്ള കാലഘട്ടം പീരിയഡ് 8 ആണ്. ഇതിന് മുന്നിലുള്ളൊരു 20 വർഷം പീരിയഡ് 7 ആണ്. ഇത് കഴിഞ്ഞുള്ള 20 വർഷം പീരിയഡ് 9 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിതിൽ നിന്ന് ഇത് പണി കഴിപ്പിച്ച പീരിയഡ് കിട്ടി. പീരിയഡ് എത്രയാണ്? 8 ആയി. അപ്പോൾ വീടിന്റെ പ്ലാൻ കിട്ടി, അതിന്റെ പീരിയഡും കിട്ടി. അടുത്തത് ഈ വീടിന്റെ ഡിഗ്രിയാണ് കിട്ടുന്നത്, അതിന്റെ ഫേസിംഗ് ഡിഗ്രി. ആ ഫേസിംഗ് ഡിഗ്രി നമുക്ക് കോമ്പസ് മുഖേന ആ വീട്ടിൽ നിന്ന് എടുക്കാനായിട്ട് സാധിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഒരു 75 ഡിഗ്രിയാണ് അതിന്റെ ഫേസിംഗ് ഡിഗ്രിയും കിട്ടിയത്. അപ്പം ഇത് കിഴക്ക് ദർശനമുള്ളൊരു വീടാണ്, ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെന്നു, വീടിന്റെ പ്ലാൻ കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ആ വീട് പണി കഴിപ്പിച്ച വർഷം എപ്പോഴാണെന്നുള്ളത് ആ വീട്ടിൽ നിന്ന് തന്നെ അതിന്റെ കണക്ക് കിട്ടി. ആ വീട് എത്ര ഡിഗ്രിയിലാണ് ഫേസ് ചെയ്യുന്നതെന്നുള്ള ഡിഗ്രി നമ്മൾ അത് കോമ്പസ് ഉപയോഗിച്ച് അവിടെ നിന്ന് ഡിഗ്രിയും എടുത്തു. അപ്പോൾ 3 കാര്യങ്ങളായി. എന്നിട്ട് ഇത് വെച്ചിട്ടൊരു കണക്കുണ്ട്, ഒരു ഫെങ്ഷുയുടെ ഒരു അഡ്വാൻസ് ആണ്, ഒരു കണക്കുണ്ട്, ഫ്ലൈങ് സ്റ്റാർ എടുക്കുന്ന മെത്തേഡ്. ആ ഫ്ലൈങ് സ്റ്റാർ നമ്മൾ എടുത്തപ്പോൾ കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പോൾ അതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തപ്പോൾ 438897 ഇതാണ് വീടിന്റെ കിഴക്ക് ദർശനത്തിലുള്ള വീട്. ഇതിന്റെ ഫ്രണ്ട് ആണ് ഇരിക്കുന്നത്. നമുക്ക് കിട്ടിയ 3 കിഴക്ക് ഭാഗത്തുള്ള, അതായത് തെക്ക് കിഴക്ക് ഭാഗത്തെയും കിഴക്ക് ഭാഗത്തെയും വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടുള്ള 3 ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് ആണ് ഇതിനകത്ത് എഴുതിയാക്കുന്നത്, 978843. അപ്പൊ ഇതിലെടുക്കുമ്പോൾ ഇതിൽ ഒരു വെൽത്ത് സ്പോട്ട് ഉണ്ട്. ഇതിലൊരു വെൽത്ത് സ്പോട്ട് എന്ന് പറയുന്നത് ഈ 88 നിൽക്കുന്ന സ്ഥലമാണ് വെൽത്ത് സ്പോട്ട്. അപ്പം ഈ വീട് പുതിയ വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഡോറ് പണിയാൻ പറയും. കാരണം എവിടെയാണ് വെൽത്ത് സ്പോട്ട് പറയുന്ന സ്ഥലത്ത് ഡോറ് പണിയാൻ പറയും. അതല്ല താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇവിടെ ഡോർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇവിടെ ഡോറ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പൊളിച്ചു മാറ്റി ചെയ്യാനും പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഈ വെൽത്ത് സ്പോട്ടിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അവിടെ വെൽത്ത് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെയാണ് അവരുടെ പ്രധാന ഡോർ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ എപ്പോഴും കലഹം, കേസ്, വഴക്ക്, പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ
വെൽത്ത് സ്പോട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ 4-3-ക്കുള്ള റെമഡി ഇവിടെ ചെയ്യും, എൻട്രൻസിൽ ചെയ്യും. അതല്ല, ഇവിടെയാണ് അവരുടെ പ്രധാന ഡോർ വന്നിരിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ എപ്പോഴും ഇവരെ മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും. പൈസ എടുത്ത് വെച്ചിരിക്കുന്നു, ദാ തരാം 10 മിനിറ്റ് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നാൽ മതി, ഇപ്പോൾ എനിക്ക് 50,000 രൂപ ഇങ്ങോട്ട് താന്ന് പറഞ്ഞിട്ട് ഇവരെ ഒരാൾ വന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വാങ്ങിക്കും. 1 മണിക്കൂർ അല്ല, 1 ദിവസം അല്ല, 1 മാസം കഴിഞ്ഞാലും പൈസ കിട്ടത്തില്ല. ഇവരെ മറ്റുള്ളവർ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഇവർ കടബാധ്യതയിലേക്ക് പോകും. അപ്പോൾ ഇവരുടെ ഡോർ ഓൾറെഡി ഇവിടെ വെച്ചുപോയി. കഴിഞ്ഞ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഇവരുടെ താമസിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വിസയ്ക്ക് പൈസ കൊടുത്തിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ചിട്ടിക്ക് കൊടുത്തിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരാൾ കടം വാങ്ങിച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ബന്ധുക്കൾ കിട്ടിയില്ല, അങ്ങനെ 100 കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ എൻട്രൻസിൽ ഈ സ്റ്റാർ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഈ സ്റ്റാർ നിൽക്കുന്നുണ്ടാവും. അത് അവരെ ബാധിക്കുന്നുണ്ടാവും. അപ്പം അത്തരം കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ റെമഡി ചെയ്യും, ഇതിനെ ആക്ട് ചെയ്യും. അപ്പോഴത്തേക്ക് ഈ പ്രശ്നം കുറേശ്ശെ സോൾവ് ആവും. ഇത് വെൽത്ത് വരാനും തുടങ്ങും. അങ്ങനെ ഫ്ലൈങ് സ്റ്റാർ ഭയങ്കര റിസൾട്ടാണ്. അത് ഓരോ ദിക്കും വളരെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റായിട്ട് അതിൻ്റെ ഇതനുസരിച്ച് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഫെങ്ഷുയിൽ തരും. അപ്പം ഈ രീതിയിൽ നമുക്കൊരു വെൽത്ത് സ്പോട്ട് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഫെങ്ഷുയിലെ ചില ടൂൾസിലേക്ക് പോവാം. ഇതിപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് ഇവിടെ ഒരു ടൂളും ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഈ വെൽത്ത് സ്പോട്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ടൂൾ മാത്രം മതി. അത് ആരും ഒരു കുറ്റം പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇതൊരു ടൂളാണ് നിങ്ങൾ എന്തിനു വെച്ചെന്ന് ചോദിക്കുന്ന രീതിയിലുള്ളതല്ല. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത്, ഒരു വീട്ടിലേക്ക് ആ വീടിൻ്റെ ഗൃഹനാഥനെ സപ്പോർട്ട് ചെയ്യാൻ, അദ്ദേഹത്തിന് കൂടുതൽ വരുമാനം ഉണ്ടാവാൻ, അദ്ദേഹത്തിന് ഒരു ഉയർച്ച ഉണ്ടാവാനായിട്ട് നമുക്ക് 6 റോഡ് വിൻഡ് ചെയിൻ സ്ഥാപിക്കാം. 6 പൈപ്പുകളുള്ള ഒരു ബെല്ല് നമുക്ക് ഇവിടെ സ്ഥാപിക്കാവുന്നതാണ്. 6 റോഡ് വിൻഡ് ചെയിൻ സ്ഥാപിക്കാം. അടുത്തത് മറ്റൊരു ടൂള്, കുട്ടികളില്ലാത്ത കപ്പിൾസിന്, കുട്ടികൾക്കായിട്ട് അവരുടെ ബെഡ്റൂമിൻ്റെ വെസ്റ്റിൽ ചിൽഡ്രൻസ് ബുദ്ധയെ വയ്ക്കാം. ഭാര്യയും ഭർത്താവും നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അവർ ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയാനായിട്ട് മണ്ടേരിയൻ ഡെക്സ് വയ്ക്കാം. ഈ മണ്ടേരിയൻ ഡെക്സ് ഏറ്റവും ചെറിയൊരു ടൂളാണ്. ഇതിൻ്റെ നല്ല വിലയ്ക്കുള്ളതുണ്ട്. 4,000, 5,000, 6,000 രൂപയ്ക്കൊക്കെ വില വരുന്ന നല്ല ഡക്കുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവണം. നമുക്കൊരു ഫീനിക്സ് ബേർഡ് വയ്ക്കാം, ലിവിങ് റൂമിൻ്റെ സൗത്തിൽ വയ്ക്കാം. അടുത്തത്, നമുക്കൊരു ആഗ്രഹമുണ്ട്, അത് സാധിക്കാനായിട്ട് ഒരു മെറ്റൽ ടോട്ടോയ്സിനെ വാങ്ങിച്ച് വിഷ് എഴുതി വയ്ക്കാം. 2ആയിട്ട് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ ഒരു ലോട്ടസ് സ്ക്വയർ ഉണ്ട്, അതിനെ എനർജൈസ് ചെയ്തിട്ട് എന്താണോ നമ്മുടെ ആഗ്രഹം അതെഴുതി നമുക്ക് വയ്ക്കാം. നമ്മളിലേക്ക് ശരിക്കും പൈസ വരണം, ആ പൈസ നിലനിൽക്കണം. നമുക്ക് ചൈനീസ് കോയിൻസും ഇതുപോലുള്ള ഗോൾഡും കോപ്പറായിട്ടുള്ള കോയിൻസും സിട്രിൻ്റെ സ്റ്റോൺസും കൂടെ നമുക്ക് ഒത്ത് നമ്മുടെ ക്യാഷ് ബോക്സിലോ ഇതിലോ ഒക്കെ വയ്ക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നല്ല റിസൾട്ടുള്ള ടൂളുകളാണ്. ഇത് നിങ്ങൾ വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.